ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ ഈ ഒരു ഫോട്ടോയെ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആക്കി എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എഫക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പം ഇത് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. നമ്മൾ ഫോട്ടോഷോപ്പിലോട്ട് ആ ഒരു ഫോട്ടോ ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആ ഒരു ലെയർ ലോക്കാണ്, നമുക്ക് ആ ഒരു ലെയർ അൺലോക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫിൽറ്റർ ഉണ്ടല്ലോ, ഫിൽറ്ററിൽ ലിക്വിഫൈ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കേണ്ടതാണ്. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റ് കൺട്രോൾ എക്സ് ആണ്. അപ്പം നമുക്ക് ലിക്വിഫൈ എടുക്കാം. ലിക്വിഫൈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുകൂട്ടുള്ള ഒരു ഫോട്ടോ ആക്കി നമുക്ക് ഈ ഒരു ഫോട്ടോയെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതെന്ത് നോക്കാം. അതിനായിട്ട് തന്നെ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫേസ് ആണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫേസ് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഐ, നോസ്, മൗത്ത്, ഫേസ് ഷേപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ആദ്യം ഐ ആണ്, നമുക്ക് ഐയിൽ തന്നെ തുടങ്ങാം. ഇവിടെ ഐസ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ സൈസ്, ഐ ഹൈറ്റ്, വിഡ്ത്ത്, ടിൽറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഓരോ വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പം ഐ സൈസ് നമ്മൾ ഇവിടെ 0 ആണ് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാല്യൂ കൂട്ടുമ്പോൾ ആ ഒരു ഐയുടെ സൈസ് വലുതാവുന്ന കൂട്ടർക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ 0 ആകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഐയുടെ സൈസ് കണ്ടോ. ഇപ്പൊ ഞാനിവിടെ വാല്യൂ കൂട്ടാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ സൈസ് മാറുന്ന കണ്ടോണം നിങ്ങൾ. ഇപ്പൊ ഞാൻ 100 ആക്കി. അപ്പൊ സൈസ് ഇവിടെ കൂടിയതായിട്ട് കൂട്ടുകാർ കാണാൻ സാധിക്കും അല്ലെ. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഐയുടെ സൈസും കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ വാല്യൂ കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം ഒരു 100 ആക്കുമ്പോൾ ആ ഒരു ഐയുടെ സൈസും ഇവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഐയുടെ കേസ് വരുമ്പോൾ ഇവിടെ ഈ നടുക്കായിട്ട് ചെയിൻ കിടക്കുന്നുണ്ട്. ഈ ചെയിൻ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ചേഞ്ചസ് 2 ഐയിലും എഫക്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇവിടെ ഈ ചെയിൻ അൺലോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഐയിലും ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പം എന്നാൽ ചെയ്തോട്ട് ഈ ഒരു വാല്യൂ ചേഞ്ച് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഐ മാത്രമേ ഇവിടെ അത് എഫക്ട് ചെയ്യത്തുള്ളൂ, റൈറ്റ് സൈഡിലെ ഐയിൽ എഫക്ട് ചെയ്യത്തില്ല. അപ്പം ഐയുടെ കേസ് വരുമ്പോൾ നമ്മൾ ഇത് ലോക്ക് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 2 കണ്ണിലും ഇത് എഫക്ട് ചെയ്യുന്നതായിരിക്കും. കണ്ണെന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടല്ലോ. അപ്പം 2ലും എഫക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചെയിൻ അങ്ങ് ലോക്ക് ചെയ്താൽ മതി. ചെയിൻ ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ചേഞ്ചസ് വരുത്തേണ്ടത് അത് ചേഞ്ച് ചെയ്യാം. അപ്പം ഞങ്ങളുടെ അടുത്ത ഹൈറ്റ് അതിന്റെ ചെയിൻ ഞാൻ ലോക്ക് ചെയ്തു. ഇനി നമുക്ക് വാല്യൂസ് ചേഞ്ചസ് വരുത്താന്നുണ്ടെങ്കിൽ ആ ഐയുടെ ഹൈറ്റ് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ അങ്ങ് മൈനസ് ആക്കിയാൽ മതി. അപ്പൊ ആ ഐയുടെ ഹൈറ്റ് കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഐ വിഡ്ത്ത് ആണ്. അതിന്റെ ചെയിൻ ലോക്ക് ചെയ്യുന്നു, വാല്യൂസ് നമ്മൾ കൂട്ടുന്നു. വിഡ്ത്ത് ഒക്കെ കൂട്ടി കൊടുത്തപ്പോൾ ആ ഒരു ഐയുടെ വിട്ട് കൂടി അത് വലിയൊരു ബുൾസൈ മാതിരിയായി വന്നിരിക്കുന്നത് കണ്ടോ. അത്തരത്തിൽ നമുക്ക് ചേഞ്ചസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഐ ടിൽറ്റ്, അത് നമുക്ക് വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പൊ വേണ്ട ഐയുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ, ടിൽറ്റ് ആവുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുന്നുണ്ടോ. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. പിന്നെ ഐയുടെ ഡിസ്റ്റൻസ്, ഇപ്പം 2 ഐ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ. ഓക്കെ, അപ്പം വാല്യൂ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പം ഐയുടെ കേസ് കഴിഞ്ഞു. പിന്നീടുള്ളതാണ് നോസ്. അപ്പൊ നോസിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോസിന്റെ ഹൈറ്റ്, വിഡ്ത്ത് ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പം നോസിന്റെ ഹൈറ്റ് എത്രത്തോളം വേണം എന്ന് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പൊ ഞാനിവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു മാറ്റം ഇവിടെ വരുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ കണ്ടോ. ഞാൻ ഈ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് ആ നോസിന്റെ ഹൈറ്റ് കൂടുകയും കുറയുന്നതായിട്ട് കാണാം. അതുപോലെ ഹൈറ്റിന്റെ വിത്ത് നമുക്ക് മാക്സിമം 100 വാല്യൂ കൊടുക്കാന്നുണ്ടെങ്കിൽ ആ വിത്ത് കൂടുന്നതായിരിക്കും. വലിയൊരു നോസാക്കി മാറ്റി നമുക്ക്. ഇനി അടുത്തത് മൗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്മൈല്, അപ്പർ ലിപ്പ്, മൗത്ത് വിത്ത് തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ സ്മൈല് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പുള്ളിക്കാരൻ ചിരിക്കാതല്ലേ ഇരിക്കുന്നത്, നമുക്കൊന്ന് ചിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. പുള്ളിക്കാരൻ ചിരിച്ചു, ഇനി ചിരിക്കണ്ട, നമുക്ക് കുറച്ച് ഗൗരവം വേണമെന്നുണ്ടെങ്കിൽ വാല്യൂ തിരിച്ചു കൊടുത്താൽ മതി, മൈനസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 0 ആകുമ്പോൾ ആ ഒരു ഒറിജിനൽ ഫോട്ടോ, വാല്യൂ കൂടുകയും കുറയുന്നതനുസരിച്ച് പുള്ളിക്കാരന്റെ സ്മൈല് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ,
അതുപോലെ അപ്പർ ലിപ്പ് അപ്പറിന്റെ ലിപ്പ് നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ചെയ്യാം. അതുപോലെ ലോവർ ലിപ്പിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ മൗത്തിന്റെ വിട്ട് കൂട്ടിയും കുറയ്ക്കുക എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അടുത്തത് മൗത്ത് ഹൈറ്റ് ഇതുപോലെ വേണ്ട വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് മൗത്തിന്റെ ഹൈറ്റ് കൂട്ടിയും കുറയ്ക്കുക എല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് ഫേസ് ഷേപ്പ് ആണ്. ഫേസ് ഷേപ്പിലും ഇത്തരത്തോളം 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് ചെയ്യാം. ഇപ്പം ഫോർഹെഡിന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മുടെ ആ ഫോർഹെഡ് മുകളോട്ടും താഴോട്ടൊക്കെ വരുന്നുണ്ടോ, അപ്പം അതനുസരിച്ച് വാല്യൂസ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചിൻ ഹൈറ്റ് കൂട്ടുമ്പോൾ ചിന്നിന്റെ ഹൈറ്റ് കൂടിയും കുറയുന്നതായിട്ട് കുട്ടികൾക്ക് കാണാം. ഓക്കെ, അതുപോലെ അടുത്ത ഓപ്ഷനിൽ വാല്യൂ കൂടുമ്പോൾ നമുക്ക് വാല്യൂ കൂട്ടുകയും കുറയ്ക്കുന്നതനുസരിച്ച് ഫേസിൽ വരുന്ന മാറ്റം കുട്ടികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തത് ഫേസ് വിഡ്ത്ത് ആണ്. അത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, മൈനസ് വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആവും, പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ വരും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കിയുള്ള ഓപ്ഷൻസ് ഫേസിനകത്ത് അഫക്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് അത് നമുക്ക് ചെയ്യണ്ട. ഇത്രയും ചെയ്താൽ മതി. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ എന്നത് കൊടുക്കാം. ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒറിജിനൽ ഫോട്ടോ ഇതായിരുന്നു. ഈ ചെറുക്കനെയാണ് നമ്മൾ ഈ പരുവത്തിലാക്കിയെടുത്തത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ഫേസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് സിമ്പിൾ ആണ്. ഈ സിമ്പിൾ കാര്യങ്ങൾ അപ്പൊ നമ്മളിപ്പോ നോക്കിയത് വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെ, ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.